അപ്പം ഇന്ന് എൻ്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന് കണ്ടില്ലേ? ഇതാ നല്ല കുറുകിയ സേമിയ പായസമാണ് കേട്ടോ. പായസങ്ങളിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു പായസമാണ് സേമിയ പായസം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം നമുക്ക്. ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തു. പിന്നെ ഒരു ഗ്ലാസ് വറുത്ത സേമിയ എടുത്തു കേട്ടോ. വറുത്ത സേമിയ ആയതുകൊണ്ട് വറുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പച്ച സേമിയാണ് എടുക്കണമെന്ന് വെച്ചാൽ ഈ കളറ് വരുന്ന വരെ വറക്കണം കേട്ടോ. എന്നിട്ട് ഞാനതിലേക്ക് 4 പാക്കറ്റ് പാലാണ് ഒഴിച്ചത്. 4 പാക്കറ്റ് വെച്ചാൽ 2 ലിറ്റർ ഇട്ടാ. എന്നിട്ട് അത് നന്നായി ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ, ഈ സമയത്തല്ല, നമ്മൾ ആ നെയ്യ് ഇട്ടില്ലേ, ആ സമയത്ത് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടെങ്കിൽ വറുത്ത് കോരി മാറ്റി വെക്കാം കേട്ടോ. ഞാൻ ഇന്നലെ സേമിയ വാങ്ങാൻ പോയപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി വാങ്ങാൻ മറന്നു, അതുകൊണ്ട് പിന്നെ ഇട്ടില്ല കേട്ടോ. അപ്പം ദാ അതങ്ങനെ നല്ലപോലെ ഇളക്കി കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് പഞ്ചസാര ഇട്ടു കേട്ടോ. ഞാനിതിൽ വേറൊരു സാധനം ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് മധുരം കുറച്ചിട്ടത്. ഞാൻ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല മധുരമായതുകൊണ്ടാണ് ഞാൻ 1/4 ഗ്ലാസ് ആക്കിയത്. അല്ലെങ്കിൽ നമുക്ക് 1/2 ഗ്ലാസോ 3/4 ഗ്ലാസ്സൊക്കെ പഞ്ചസാര വേണ്ടി വരും കേട്ടോ. എന്നിട്ട് അത് നന്നായി ഇളക്കി പഞ്ചസാരയൊക്കെ അലിഞ്ഞ് അതിലേക്ക് സേമിയയിലേക്കൊക്കെ പിടിക്കണ വരെയും നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിരുന്ന് ഇങ്ങനെ കുറുകി വരുന്നുണ്ട് കേട്ടോ. കൈ എടുക്കാതെ ഇളക്കണം കേട്ടോ. ഇത് അടുപ്പത്ത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് മാറിക്കഴിഞ്ഞാൽ അപ്പോൾ അത് പാട കിട്ടും കേട്ടോ, പാലായതുകൊണ്ട്. അപ്പോൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. പിന്നെ ഞാൻ ഇതിൽ 1 സ്പൂണ് ഏലക്കായ പഞ്ചസാര കുട്ടി പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ വീണ്ടും ഇളക്കി കുറുക്കി എടുക്കുക. ഒരു 10-15 മിനിറ്റ് കൂടിയും ഇളക്കി കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാകത്തിന് നമ്മൾ ഇറക്കി വെക്കാം കേട്ടോ. അതൊന്ന് ചൂടാറുമ്പോഴത്തേക്ക് പിന്നെ ഒന്നുകൂടി കുറുകി വരും. അപ്പോൾ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കഴിഞ്ഞ് ചൂടാറുമ്പോൾ ഇങ്ങനെ കുറുകി വരും കേട്ടോ. നമ്മൾ ആ കുറച്ച് ലൂസായ ആ പരുവത്തിൽ ഇറക്കിയിൽ ഇങ്ങനെ ചൂടാറുമ്പോൾ ഭയങ്കര കട്ടയായിട്ട് മാറും. അതുകൊണ്ട് ആ ഭാഗത്തിന് തന്നെ ഇറക്കാൻ ശ്രമിക്കണം കേട്ടോ. എനിക്കിത് കാണുമ്പോൾ ഞൊസ്റ്റ് വരുന്നു കേട്ടോ. നമ്മൾ ചെറുപ്പത്തിൽ കഴിച്ചിരുന്ന സേമിയ ഐസിൻ്റെ ഓർമ്മ വരിക അത് കാണുമ്പോൾ.